വാർത്തകൾ വിശദമായി. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ടുള്ള മുസ്ലിം യൂത്ത് ലീഗ് മാർച്ചിൽ സംഘർഷം. കോഴിക്കോട് വടകര SP ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സലാം മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സലാം, ഇപ്പോഴും സംഘർഷം തുടരുകയാണോ? അവസാനിച്ചിട്ടുണ്ട്. നേതാക്കളുടെ പ്രസംഗം അവസാനിച്ച് പ്രവർത്തകർ ഇപ്പോഴും പിരിഞ്ഞു പോയിട്ടില്ല. പോലീസ് സ്ഥലത്ത് വലിയ പോലീസ് സന്നാഹം സംഭടിച്ചിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്ന് പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ഒരു ശ്രമം ബലപ്രയോഗത്തിലൂടെയല്ല, നേതാക്കളുമായി സംസാരിച്ച് പ്രവർത്തകരുമായി അനുനയിപ്പിച്ച് ഇവിടുന്ന് മാറ്റാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. വലിയ പ്രതിഷേധം തന്നെയാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. വടകര SP ഓഫീസിലേക്കായിരുന്നു മാർച്ച്. PMS സലാം അടക്കമുള്ള മുസ്ലിം ലീഗ് നേതാക്കളും PK അടക്കമുള്ള യൂത്ത് ലീഗ് നേതാക്കളുമാണ് മാർച്ചിൽ പങ്കെടുത്ത് സംസാരിച്ചത്. അതിനിടെയാണ് നേതാക്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ജലപീരങ്കി ഉണ്ടായത്. പ്രവർത്തകർ, അതായത് ബാരിക്കേഡിന് സമീപത്ത് നിന്നിരുന്ന പ്രവർത്തകർ പോലീസുമായി ചില വാക്കേറ്റം ഉണ്ടാവുകയായിരുന്നു. അതേ തുടർന്നാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. പിന്നാലെ നേതാക്കൾ പ്രസംഗം അവസാനിപ്പിച്ച് തിരിഞ്ഞു പോവുകയായിരുന്നു. അതിനിടെ പ്രവർത്തകർ വലിയ പണിപെട്ടാണ് പ്രവർത്തകരെ അനുനയിപ്പിച്ചത്. അല്ലെങ്കിൽ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഒരു സംഘർഷം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടാകാനോ വലിയ സംഘർഷത്തിലേക്ക് നയിക്കാനോ ഒരു സാധ്യതയുണ്ടായിരുന്നു. പോലീസും പിന്നീട് നേതാക്കൾ ഇടപെട്ടാണ് ഈ പ്രവർത്തകരെ അന്വേഷിച്ച് ഇവിടെ നിന്നും മാറ്റിയത്. ഇപ്പോൾ പ്രവർത്തകർ സംഭടിച്ചു നിൽക്കുന്നുണ്ട്. പോലീസും വലിയ സന്നാഹം തന്നെയാണ് നടത്തുന്നത്. ലാത്തി ചാർജ് പ്രയോഗിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. എന്നാൽ അതിനിടെയാണ് നേതാക്കളുടെ ഇടപെടലുണ്ടായത്. നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ മാറ്റുകയായിരുന്നു. ഏതായാലും ഈ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ യൂത്ത് ലീഗിന്റെ ഭാഗത്തുനിന്നും അതുപോലെ UDF ഭാഗത്തുനിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകും തന്നെയാണ് നേതാക്കളുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഈ പ്രതികളെ പിടികൂടണം. കൂടാതെ നിലവിലെ സാഹചര്യത്തിൽ പുറത്തു വന്ന ചില വെളിപ്പെടുത്തൽ PV അൻവർ MLA വെളിപ്പെടുത്തലുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ കൂടി വലിയ പ്രകോപനം അല്ലെങ്കിൽ വലിയ പ്രതിഷേധം തന്നെയാണ് യൂത്ത് ലീഗിന്റെ ഭാഗത്തുണ്ടാകുന്നത്. ഈ പ്രതിഷേധം സ്ക്രീൻഷോട്ട് വിവാദത്തിലും കൂടാതെ നിലവിലെ സാഹചര്യത്തിൽ സർക്കാരിനെ അല്ലെങ്കിൽ പോലീസിനെയും പ്രതിക്കൂട്ടിലാക്കുന്ന ചില വെളിപ്പെടുത്തലുടെ അടിസ്ഥാനത്തിൽ ആ ഒരു വിഷയത്തെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് യൂത്ത് ലീഗ് സംഘടിപ്പിച്ചത്. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് വടകര SP ഓഫീസിലേക്ക് യൂത്ത് ലീഗ് പ്രവർത്തകർ നടത്തിയ മാർച്ചിലാണ് സംഘർഷമുണ്ടായത്. സലാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.